ഗൈസ്, അപ്പോൾ ഇന്ന് ഗെയിം വീക്ക് 18 പ്രീമിയർ ലീഗിൻ്റെ. അപ്പോൾ ഈ വീഡിയോ പ്രിപ്പയർ ചെയ്യാൻ ലേറ്റ് ആയെന്ന് വെച്ചാൽ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. കാരണം ഇപ്പോൾ ചാനലിൽ അധികവും ഔട്ട്കംസ് ആണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അതായത് സ്ട്രെയിറ്റ് വിൻ. ഇപ്പോൾ ഫുട്ബോളിൽ 3 ഔട്ട്കംസ് ആണ് മെയിനായിട്ടുണ്ടാവുക: ഡ്രോവും, വിന്നും, ലോസും. അപ്പോൾ ഈ 3 മാർക്കറ്റിലാണ് ബുക്ക് മേക്കേഴ്സ് അധികവും പൈസ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏഷ്യൻ ഹാൻഡിക്യാപ്സിനെ പറ്റിയിട്ട് അധികം വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെയാണ് ശരിക്കും നമ്മുടെ ഒരു എക്സ്പെക്റ്റഡ് വാല്യൂ കിടക്കുന്നത്, ഇതൊരു ബിസിനസ്സായിട്ട് ട്രീറ്റ് ചെയ്യുന്നവർക്ക്. അപ്പോൾ അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ, ഏഷ്യൻ ഹാൻഡിക്യാപ്സ്. അപ്പോൾ ഈ പോസിറ്റീവ് എക്സ്പെക്റ്റഡ് വാല്യൂവിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ഒരു ഗാംബ്ലിങ് എന്നുള്ള രീതിയിലല്ലാണ്ട് നമ്മുടെ ക്ലിയർ ഫേവറേറ്റ്സ് അല്ലെങ്കിൽ ഫേവററ്റിസം അല്ല ഒഴിച്ചു നിർത്തി പ്യുവർലി നമ്പേഴ്സ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ എഡ്ജ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് അങ്ങനെയുള്ള ബെറ്റ് മാത്രം പ്ലേസ് ചെയ്ത് ഒരു ബിസിനസ് പോലെ ട്രീറ്റ് ചെയ്യുന്ന ഒരു അപ്രോച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ വീക്ക് ഈ വീഡിയോ കണ്ടിട്ട് അതിന് താഴെ അല്ലെങ്കിൽ ടെലഗ്രാം ഗ്രൂപ്പിൽ അങ്ങനെ ഒരു അപ്രോച്ചാണ് വേണ്ടതെന്ന് വ്യൂവേഴ്സിന് തോന്നുകയാണെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ചെയ്യാം ഇനിയുള്ള വീഡിയോസിൽ. പക്ഷേ ഈ വീഡിയോ നമ്മുടെ മുമ്പുള്ള വീഡിയോസിലൊക്കെ പോലുള്ള അതായത് ടൈറ്റിൽ റേസ് അല്ലെങ്കിൽ പിന്നെ കറണ്ട് ഫോം, ഇഞ്ചുറീസ്, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോ ആയിരിക്കും. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് നോക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വീക്ക് ഓൾറെഡി ഒരു ബെറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഏകദേശം 5 മാച്ചാണുള്ളത്. അപ്പോൾ സിറ്റി ഫോറസ്റ്റ് മാച്ചിൽ സിറ്റി ആഴ്സണലിനെ ചേസ് ചെയ്യുന്നത് കൊണ്ടും കാര്യമായിട്ടുള്ള ഇഞ്ചുറി കൺസേൺ ഒഴിച്ച് ബാക്കി ഇഞ്ചുറി കൺസേൺസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടും എവേയിൽ അവർ നന്നായി കളിക്കുന്നതുകൊണ്ടും അവർക്ക് സ്ട്രെയിറ്റ് വിന്നാണ് ഇട്ടുള്ളത്. അതേപോലെ തന്നെ ആഴ്സണൽ ബ്രൈറ്റൺ മാച്ചിൽ ആഴ്സണൽ സ്ട്രെയിറ്റ് വിന്നാണ്, അവരുടെ ഹോമിലാണ്. പിന്നെ ഡിഫെൻസീവ്ലി അവർക്ക് കൺസേൺസ് ഉണ്ടെങ്കിലും ബ്രൈറ്റൺ കാര്യമായിട്ടുള്ള ഫോമിലല്ല ഉള്ളത്. അവരുടെ ഹൈ പ്രസ്സിംഗ് ഒന്നും റീസെൻറ്റ് ഗെയിംസിലൊന്നും വർക്ക് ആവുന്നതായിട്ട് കണ്ടിട്ടില്ല. മാത്രമല്ല അത് ബാക്കിയുള്ള ടീം എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് ആ മാച്ചിൽ ആർസണലിന് ചൂസ് ചെയ്യാനുള്ള കാരണം. പിന്നെ യുണൈറ്റഡ് ന്യൂക്കാസിൽ മാച്ചിൽ ന്യൂക്കാസിൽ സ്ട്രെയിറ്റ് വിൻ കൊടുത്തിട്ടുണ്ട്. യുണൈറ്റഡിൻ്റെ ബ്രൂണോ ഔട്ടാണ്. അപ്പോൾ പക്ഷേ അതൊരു ഈ സ്ലിപ്പ് ഒരു ലോങ് ഷോട്ട് സ്ലിപ്പ് ആയതുകൊണ്ട് ആണ് ഇത് ഇങ്ങനെ ന്യൂക്കാസിൽ കൊടുത്തിട്ടുള്ളത്. കാരണം ന്യൂക്കാസിൽ എവേയിൽ അത്ര ഫോമിലല്ല ഉള്ളത്. അവരുടെ ലാസ്റ്റ് 5 മാച്ചസിൽ ലാസ്റ്റ് 5 എവേ മാച്ചസിൽ അവർ ഒറ്റ കളി മാത്രമേ ജയിച്ചിട്ടുള്ളൂ. അപ്പോൾ അതൊരു റിസ്കി ബെറ്റാണ്. സ്റ്റിൽ ഇതൊരു ലോങ് ഷോട്ട് ആയതുകൊണ്ട് തന്നെ ന്യൂക്കാസിലിനെ മാച്ച് അതിൽ കൺസിഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് തരുന്നൊരു മാച്ച് കൂടിയാണത്. സ്റ്റിൽ സ്ലിപ്പിൽ വരുമ്പോൾ 5 ഔട്ട്കം ഉള്ളത് കൊണ്ട് തന്നെ ആ ഇവഞ്ച്വലി അത് നെഗറ്റീവ് ആവും. അതുകൊണ്ടത് ആ കോണ്ടെക്സ്റ്റിൽ എടുത്തു കഴിഞ്ഞാൽ അത് വർക്കാവില്ല. സ്റ്റിൽ ഇത് ലോങ് ഷോട്ട് ആയതുകൊണ്ട് തന്നെ, ലോട്ടറി സ്ലിപ്പ് ആയതുകൊണ്ട് തന്നെ ന്യൂക്കാസിൽ വിൻ കൊടുക്കുന്നുണ്ട്. ബേൺലി എവർട്ടൺ ഡബിൾ ചാൻസ് എന്ന് കൊടുത്തിട്ടുള്ളത്, അതും ഒരു നെഗറ്റീവ് ഉള്ളൊരു മാച്ചാണ്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ സ്റ്റിൽ ആ മാച്ച് കൊടുത്തിട്ടുണ്ട്. ചെൽസി അസ്റ്റൺ വില്ല സ്ട്രെയിറ്റ് വിന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇത് ഒരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ അല്ലെങ്കിൽ പോസിറ്റീവ് ജനറേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാൽക്കുലേഷൻ അല്ല, പ്യുവർലി സ്പെക്കുലേഷൻ അല്ലെങ്കിൽ ഒരു ഫേവറിറ്റിസം ബേസ് ചെയ്തിട്ടുള്ള സ്ലിപ്പാണ്. അപ്പോൾ അത് കൺസിഡർ ചെയ്തിട്ട് തീരുമാനങ്ങളെടുക്കാം. അപ്പോൾ ഇതിനെ റിഫൈൻ ചെയ്തിട്ടൊരു സ്ലിപ്പാക്കാനാണെങ്കിൽ ആഴ്സണൽ ബ്രൈറ്റൺ മാച്ചിൽ ആഴ്സണൽ സ്ട്രെയിറ്റ് വിന്ന് കൊടുക്കുന്നുണ്ട്. യുണൈറ്റഡ് ന്യൂക്കാസിൽ മാച്ചിൽ ന്യൂക്കാസിൽ ഓർ ഡ്രോ ഡബിൾ ചാൻസ് കൊടുക്കുന്നുണ്ട്. ചെൽസി അസ്റ്റൺ വില്ല ഡബിൾ ചാൻസ് കൊടുക്കുന്നുണ്ട്. ലിവർപൂൾ ലിവർപൂൾ വിന്ന് കൊടുത്തിട്ടുണ്ട്.
ഇതിൽ സിറ്റി മാച്ച് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിൽ EV കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇത് ഒരു വർക്കിംഗ് സ്ലിപ്പല്ല. കാരണം ഇപ്പോൾ ന്യൂക്കാസിൽ യുണൈറ്റഡ് മാച്ച് ഇത് കാണുമ്പോൾ സേഫായിട്ട് തോന്നാമെങ്കിലും എന്താണ് ഇൻസൈഡ് മാത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് നെഗറ്റീവ് എക്സ്പെക്റ്റഡ് വാല്യൂ തരുന്ന ഒരു ബെറ്റാണ്. ഇപ്പോൾ നമ്മൾ ഒരു സിംഗിൾ ബെറ്റ് ഒരു ഒരു ഔട്ട്കമ്മിൽ നമ്മൾ സിംഗിൾ പ്രഡിക്ഷൻ നടത്തുമ്പോൾ അത് നമുക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ അതൊരിക്കലും നമ്മുടെ സ്ലിപ്പിൽ ആഡ് ചെയ്യരുതെന്ന് പറയും. അപ്പോൾ ആ സെൻസിൽ എടുക്കുകയാണെങ്കിലും ഇത് ഒരു ബ്ലണ്ടറായിട്ടാണ് തോന്നുന്നത്. ബട്ട് സ്റ്റിൽ പിന്നെ കഴിഞ്ഞ വീഡിയോസൊക്കെ പോലെ ഇത് പ്രിപ്പയർ ചെയ്യണമെന്നുള്ളത് കൊണ്ടാണ് ആ ഒരു കോണ്ടെക്സ്റ്റിൽ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരിക്കലും ഒരു ബിസിനസ് പോലെ ട്രീറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ ഒരു സ്ട്രാറ്റജിയേ അല്ല. അപ്പോൾ ലോങ് റണ്ണിൽ നമുക്കൊരിക്കലും ഇത് ബെനിഫിഷ്യൽ ആയിരിക്കില്ല. ഓക്കെ, അപ്പോൾ ഇതൊരു ബിസിനസ് പോലെ ഒരു ബാങ്ക് റോൾ മാനേജ്മെൻറ്റ് പോലെ ഇത് മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വീഡിയോസ് മുതൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതായിരിക്കും ഫൈനൽ സ്ലിപ്പ്. എപ്പോഴും ബാങ്ക് റോൾ 2-3% അല്ലെങ്കിൽ 3-5% മാത്രം സ്റ്റേക്ക് ചെയ്യുക, സേഫായിട്ട് മാനേജ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. പോസിറ്റീവ് EV അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് വാല്യൂസിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് ലോങ് റണ്ണിൽ നമുക്ക് ബെനിഫിഷ്യൽ ആവുന്നു എന്നുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.